എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ മുതിർന്ന ആൾക്കാരൊക്കെ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പിന്നെ നീ അങ്ങനെയാണ്. ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ശരിക്കും ഞാൻ അങ്ങനെയാണോ, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ശരിയെന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ ചെയ്യും. പക്ഷേ കുറച്ച് മെച്ചോർഡായപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പറയുന്നതിലൊന്നും കാര്യമില്ല. അത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. നമ്മുടെ തീരുമാനങ്ങൾ അതിനെപ്പോഴും മുൻഗണന കൊടുക്കണം. മറ്റുള്ളവർ അവരുടെ എക്സ്പീരിയൻസും അവരുടെ അനുഭവങ്ങളും ചിലപ്പോൾ നമ്മളെ നല്ലതിന് വേണ്ടിയാവും മോശത്തിന് വേണ്ടിയാവും. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് അവസാനം നമ്മൾ തന്നെയാണ്. നമ്മൾ ജീവിതം എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അത് മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവ പോലെ ആവരുത്, മറ്റുള്ളവരുടെ കയ്യിലെ ചരട് വലി പോലെ ആവരുത്. സ്വന്തമാണ് നമ്മൾ ചരട് വലിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ജീവിതമായാൽ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒറ്റ ലൈഫേ ഉള്ളൂ, കുറച്ച് ജീവിതമേ ഉള്ളൂ. നമുക്കെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ മനുഷ്യൻ. അത്രയ്ക്കും ഒരു സാധാരണ ജീവിയാണ് മനുഷ്യൻ. അല്ലാതെ കഴിവും ശക്തിയും ഒന്നുമില്ല. മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ അത്ര തന്നെ ധാരാളം. പിന്നെ എല്ലാവരും അവരുടെ ഇഷ്ടങ്ങളും പിന്നെ കുറവുകളും അതുപോലെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങളെയും അതൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം.